ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇക്വിലിബ്രിയം, അതിൽ കൺസെപ്റ്റ് ഓഫ് പി എച്ചിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം. ആൻഡ് അതിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് പി എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ആദ്യം ഈ പി എച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുവഴിയാണ് നമ്മൾ പി എച്ചിലേക്ക് എത്തുന്നത്. സോ അതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുക. അതായത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുക. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത് നോക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി നമ്മൾ നോക്കും. ആൻഡ് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം, ദി കൺസെപ്റ്റ് ഓഫ് പി എച്ച്. ആൻഡ് ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത്, അതായത് ഇക്വിലിബ്രിയം ദ കൺസെപ്റ്റ് ഓഫ് പി എച്ചിൻ്റെ അണ്ടറിലായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതാണ് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ഇൻ എ സൊല്യൂഷൻ ഹാവിംഗ് പി എച്ച് 3 ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് പി എച്ച് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം ദ കൺസെപ്റ്റ് ഓഫ് പി എച്ചിൻ്റെ അണ്ടറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പി എച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, പി എച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പി എച്ച് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് പി എച്ച് തന്നിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനാകെ ഒരു കുഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. 10⁻⁻⁻ pH ചെയ്താൽ മതി. കണ്ടോ, 10⁻⁻ pH. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പി എച്ച് എത്ര? 3 ആണല്ലേ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ എങ്ങനെയായിരിക്കും? 10⁻⁻ pH എത്ര? 3. സോ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ അപ്പോൾ എന്തായിരിക്കും? 10⁻⁻³ mol/L ആയിരിക്കും. ഈ ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇത് പഠിച്ചു വെച്ചാൽ എക്സാമിന് സുഖമായിട്ട് നമുക്ക് 1 മാർക്ക് കിട്ടും. കണ്ടോ, പി എച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് അറിയാം പി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കും. ഇറ്റ് ഇസ് നെഗറ്റീവ് ലോഗ് ബേസ് ടു ദ 10 കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10⁻⁻pH ചെയ്താൽ മതി. അപ്പോൾ പി എച്ച് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനും കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷനാണ്? 10⁻⁻pH ചെയ്താൽ മതി. ഈ 2 ഇക്വേഷൻ ഒന്ന് പഠിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പം പി എച്ച് തന്നിട്ട് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളിപ്പം ഇക്വിലിബ്രിയം പഠിക്കുമല്ലോ. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറയും ഇനി പഠിക്കാൻ പോകുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, കുറയുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കാനിരിക്കാൻ. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മനസ്സിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിക്കുക, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇക്വിലിബ്രിയം. ഓക്കെ, അത് പഠിച്ചു വെച്ചോളൂ. ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ടും ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്നുള്ളതും ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഇക്വിലിബ്രിയം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത് പഠിക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തുകയാണ്. ഒരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? ഒരു റിയാക്റ്റന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റന്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. എന്താണ്? ഒരു റിയാക്റ്റന്റ്
പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്റ്റന്റ് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ഇപ്പോൾ എന്താ സംഭവിക്കുക? റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ടോണ്ടിരിക്കുമ്പം റിയാക്റ്റന്റിന്റെ ലെവൽ എന്ത് ചെയ്യും? കുറഞ്ഞ് 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 വരും അല്ലേ? വെറസ് പ്രോഡക്റ്റിന്റെ ലെവല് കൂടി വരും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അങ്ങനെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് ഈ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. റിയാക്റ്റന്റിന്റെ കുറയലിലും ചേഞ്ച് ഇല്ല, പ്രോഡക്റ്റ് കൂടുന്നതിലും ചേഞ്ച് ഇല്ല. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അതായത് അവിടെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതും ഇല്ല, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതും ഇല്ല. എങ്ങനെയാണോ നിൽക്കുന്ന അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ that is there is no change in the concentration of either the reactant or product, then ആ ടൈമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ആ ഇൻസ്റ്റന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റും? ഈ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ആണ്. So when the reactant in a closed vessel at a particular temperature react to give a product, the concentration of reactant keep on decreasing while those of product keep on increasing for some time, after which there is no change in the concentration of either the reactant or product. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ ദിസ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ദ ഡൈനാമിക് ഇക്വിലിബ്രിയം. ആൻഡ് ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു റിയാക്റ്റന്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആവും. അതേപോലെ പ്രോഡക്റ്റ് എന്താണ്? തിരിച്ച് റിയാക്റ്റന്റും ആയിക്കൊണ്ടിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുക. റിവേഴ്സിബിൾ റിയാക്ഷൻ. അങ്ങനെ റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഈ ഇക്വിലിബ്രിയം കാണിക്കുന്നത് കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇക്വിലിബ്രിയം കാണിക്കുന്നത്. അത് ഓർത്ത് വെച്ചോളൂ. ദീസ് ആർ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് ഈ ഇക്വിലിബ്രിയം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. ആൻഡ് പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഏതർ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ്. അപ്പോൾ ആ സിസ്റ്റമാണ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സോ ഇവിടെ എന്താണ് സംഭവിക്കാം? റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആവുന്നതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം രണ്ട് റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്, ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് റിയാക്റ്റന്റ് ആയിട്ട് തിരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പം റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആവുന്നു, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പം രണ്ട് റിയാക്റ്റന്റേ ഉള്ളൂ. ഈ രണ്ട് റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി. അതേപോലെ അപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ തിരിച്ച് രണ്ട് റിയാക്റ്റന്റ് ആവും. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇവിടെ രണ്ട് റിയാക്റ്റന്റും ഇവിടെ എന്ത് കാണും? ഒരു പ്രോഡക്റ്റും ആയിട്ട് തന്നെ കാണാൻ പറ്റും. കോൺസെൻട്രേഷനിൽ ചേഞ്ചസ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേപോലെ നടക്കുകയാണ്. സോ അപ്പം ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുക? ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദ റിവേഴ്സ് റിയാക്ഷൻ ഓർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും റിവേഴ്സ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ്റെ റേറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഏതർ ഓഫ് ദ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ and rate of reverse reaction or the backward reaction become equal. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം വെൻ എ റിയാക്റ്റന്റ് ഈസ് ഇൻ എ ക്ലോസ്ഡ് വെസലിൽ നമ്മൾ എടുക്കുകയാണ്, ആ റിയാക്ഷൻ അവിടെ നടക്കുകയാണ്. അപ്പോൾ റിയാക്റ്റന്റ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് എന്തും കൂടി ആവും? റിയാക്റ്റന്റും കൂടി ആവും. അങ്ങനെയുള്ളതിനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്.
ആൻഡ് ഈ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആവുന്നതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുന്നതിനെ ബാക്ക്വേർഡ് അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഇക്വിലിബ്രിയത്തിൽ വരുമ്പം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് either of the reactant or product, and ഈ സ്റ്റേറ്റിൽ എന്താ സംഭവിക്കാം? The rate of forward and reverse reaction become equal. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളും ഓർത്തിച്ചോളൂ. ഇനി നമുക്കൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ A+B gives C+D. ഇതാണ് ഈ ഒരു സൈൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? റിവേഴ്സിബിൾ എന്നാണ്. ഓക്കെ, അപ്പം A+B ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഇങ്ങനെ മാത്രമേ കൊടുക്കൂ. ഓക്കെ, സോ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. A+B എന്തായിട്ട് മാറുന്നു? C+D ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ടൈം കൂടും തോറും എന്താ പറ്റുക? ടൈം ഇങ്ങനെ പോകും തോറും A+B, ഈക്വേഷൻ ഇവിടെ എഴുതിയേക്കാം, A+B എന്തായിട്ടാണ് മാറുക? C+D ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പൊ ടൈം പോകും തോറും A+B ചേർന്ന് C+D ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് A+Bയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് C+Dയുടെ കോൺസെൻട്രേഷൻ കൂടി 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 വരും. So with passage of time there is accumulation of C+D and depletion, അതായത് കുറവ് ഉണ്ടാവും, റിയാക്റ്റന്റിന്റെ കുറവ് ഉണ്ടാവും. ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ റിയാക്ഷൻ, അതായത് ഫോർവേഡ് നടക്കുന്ന റിയാക്ഷനും റിവേഴ്സ് നടക്കുന്ന റിയാക്ഷനും സെയിം റേറ്റിൽ നടക്കും. ദെൻ ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അത് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് വിളിക്കാം. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ റീച്ച് എ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം എപ്പോഴാണ്? വെൻ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റിവേഴ്സ് റിയാക്ഷൻ ആർ ഈക്വൽ. അതേപോലെ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ? ദർ ഇസ് നോ നെറ്റ് ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓർ കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ ചേഞ്ചും ഉണ്ടാവുന്നില്ല. സോ കെമിക്കൽ റിയാക്ഷൻ റീച്ചസ് എ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം. എപ്പോഴാണ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? When the rate of forward and reverse reaction are equal and there is no net change in the composition. ഓക്കെ ആണോ? ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോഴാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഇനി നമുക്ക് ആ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നോക്കാം, അതേപോലെ ലോ ഓഫ് ഇക്വിലിബ്രിയം നോക്കാം. സോ അപ്പോൾ നമ്മളൊരു റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും വരുന്ന, അപ്പൊ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എയും ബിയും അവിടെ കാണും, അതുപോലെ സിയും ഡിയും അവിടെ കാണും. ആൻഡ് ഇതിന്റെ ഫോർമേഷന്റെ റേറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫോർവേഡും റിവേഴ്സ് റിയാക്ഷനും ഈക്വൽ ആയിട്ടായിരിക്കും ഇരിക്കുക. സോ ആ ഒരു റിയാക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് റിയാക്റ്റന്റും പ്രോഡക്റ്റും കൂടെ ഒന്നിച്ചായിരിക്കും കിടക്കുക അല്ലേ? സോ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ദ മിക്സ്ചർ ഓഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇത് നോക്കുക, ഈ ഒരു റിയാക്ഷൻ A+B C+D ആയിട്ട് മാറുന്നു. A+B C+D ആയിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പം ഇവിടെ എയും ബിനെ നമ്മൾ റിയാക്റ്റന്റ് ആയിട്ട് എടുക്കും, സിയും ഡിയും പ്രോഡക്റ്റ് ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് വഴി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് സയന്റിസ്റ്റ് ചേർന്നിട്ടാണ് ഈ ഇക്വിലിബ്രിയം ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നത്. അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റോ മാക്സിമിലിയൻ ഗൾബർഗും പീറ്റർ വേജും കൂടെ ചേർന്നിട്ടാണ് 1864 ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നത്. നോർവേജിയൻ കെമിസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പൊ അവര് റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവര് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അവരെന്ത് കൊണ്ടുവന്നു? ദേ റിലേറ്റ്, എന്തൊക്കെയാണ് റിലേറ്റ് ചെയ്ത? ഇക്വിലിബ്രിയം മിക്സ്ചറിന്റെ കോൺസെൻട്രേഷൻ, അതായത് ABCDയുടെ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയവുമായിട്ട് ഇവർ എന്ത് ചെയ്തു? റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ അവർ കൊണ്ടുവന്നു. അതാണ് ഇത്. Kc is equal to കോൺസെൻട്രേഷൻ, ഈ ബ്രാക്കറ്റിലെ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ പറയാം? ഈ സിയും ഡിയും എന്താണ്? സെയിം ഡിയുമായ റിയാക്ഷന്റെ
പ്രോഡക്റ്റ് ആണല്ലേ, പ്രോഡക്റ്റുകളാണ്. ആൻഡ് എയും ബിയും എന്താണ്? റിയാക്റ്റൻ്റ് ആണ്. അപ്പൊ ഇതെന്താണ്? കെ സി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് reactant. So where Kc ആണ് equilibrium constant and the expression on the right side, അതായത് ഈ കൊടുത്തിരിക്കുന്നില്ലേ ഈ എക്സ്പ്രഷനെയാണ് equilibrium constant expression എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇക്വിലിബ്രിയം ഇക്വേഷനെ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നും വിളിക്കാറുണ്ട്. ലോ ഓഫ് മാസ് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കണം. ഈ ഒരു ഇക്വേഷനോട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു ഡെഫിനിഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്ട്സ് raised to their respective stoichiometric coefficient in the balanced chemical equation divided by the product of concentration of reactant raised to their individual stoichiometric coefficient has a constant value, and this is known as equilibrium law or law of chemical equilibrium. ഇനി എന്താണ് ഇവിടെ പറഞ്ഞത് നമുക്ക് നോക്കാം. നമ്മൾ ഇക്വേഷൻ നേരത്തെ കൺസിഡർ ചെയ്തു. a plus b gives c plus d. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതിൽ a മോളിക്യൂൾ ഓഫ് എയും b മോളിക്യൂൾ ഓഫ് ബിയും കമ്പൈൻ ചെയ്തിട്ട് സി മോളിക്യൂൾ ഓഫ് സിയും സ്മോൾ ഡി മോളിക്യൂൾ ഓഫ് ഡിയും കിട്ടിയെന്ന് വെച്ചു. ഓക്കെ, ഇത്രയും വീതമാണ് കിട്ടിയതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം എടുക്കും. ഓക്കെ, അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നോക്കിയേ, എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കോൺസെൻട്രേഷനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് റേസ് ടു ദ പവർ, എങ്ങനെയാണ് ഈ സ്റ്റോഷിയോമെട്രി, ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ആൾക്കാരെയാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുക. അത് അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് മുകളിലേക്ക് എഴുതും, റേസ് ടു ദ പവർ. അപ്പൊ സിയുടെ കറസ്പോണ്ടിങ് സ്മോൾ സി ആണ്, ഡിയുടേത് സ്മോൾ ഡി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്റ്റ് raised to the respective stoichiometric coefficient in the balanced chemical equation. ഇനി എന്താ ചെയ്തേ? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിന്റെ പ്രോഡക്റ്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് റേസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കെ സി എന്ന് കൊടുത്തിരിക്കുന്നത്. ആ കോൺസ്റ്റന്റിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ആൻഡ് ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ അപ്പൊ ഇക്വിലിബ്രിയം ലോയിൽ എന്താ പറയാ? അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്ട്സ് raised to their respective stoichiometric coefficient divided by the product of concentration of reactant raised to their individual stoichiometric coefficient has a constant value. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലോ. സോ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ, നേരത്തെ ഞാൻ കാണിച്ച ഇക്വേഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇങ്ങനെ ആയിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ അത് ഞാൻ ഒന്നുകൂടെ എഴുതാണ്. കെ സി ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഇതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം.
And equilibrium constant for the reverse reaction is inverse of the equilibrium constant of forward reaction. ഇപ്പോൾ forward reaction A plus B gives C plus C എന്നുള്ളതാണെങ്കിൽ അവിടുത്തെ equilibrium constant ഇപ്പോൾ Kc ആണെന്ന് വെച്ചോ. ഇതേ സമയത്ത് ഈ C plus D A plus D ആവുന്ന റിവേഴ്സ് റിയാക്ഷൻ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും എന്നറിയോ? 1/Kc ആയിരിക്കും. എന്തായിരിക്കും? 1/Kc ആയിരിക്കും. അതായത് ഇൻവേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം H2 + O2 അത് ചേർന്നിട്ട് വാട്ടർ ആവുകയെന്ന് വെച്ചു. ഓക്കെ, H2 + O2 ഗിവ്സ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഈ H2 + O2 ഗിവ്സ് വാട്ടർ എന്നുള്ള ഈ ഫോർവേഡ് റിയാക്ഷൻ ഇല്ലേ, ഈ റിയാക്ഷൻ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെങ്കിൽ ദെൻ H2O വാട്ടർ മാറി H2O2 ആവുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ലേ, റിവേഴ്സ് റിയാക്ഷൻ, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? 1/Kc ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ട് ഞാൻ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ രണ്ടിടത്തും 2 ഓക്സിജൻ വീതം. അങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതാണ് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ Kc നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കോ, Kc = എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഇവിടെ ഏതാണ്? വാട്ടർ ആണല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് H2O എത്രണ്ണമാണ് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്? 2. അപ്പം റേസ്ഡ് ടു. കണ്ടോ, ഇങ്ങനെയാണ് അത് എഴുതുക. ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ഇവിടെ H2 ഉം O2 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H2 എത്രണ്ണം ഉണ്ട്? 2 ഉണ്ടല്ലേ. റേസ്ഡ് ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. ഇനി ഇതിന് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, 1 ആണ്. അപ്പോൾ 1. അപ്പോൾ ഒന്നും എഴുതണ്ട, 1. സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് ഫോർ എ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ആൻഡ് ഇതിൻ്റെ പ്രത്യേകത ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഇൻവേഴ്സ് ആയിരിക്കും. ഫോർവേഡിൻ്റെ Kc ആണെങ്കിൽ റിവേഴ്സിൻ്റെ 1/Kc ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അതേപോലെ അടുത്തൊരെണ്ണമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഇൻവേഴ്സ് ആവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഓൺ മൾട്ടിപ്ലൈയിങ് ദ ഇക്വേഷൻ ബൈ n ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ ഈക്വൽസ് ടു എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേരത്തെ എഴുതി AA + BB gives CC + TD. ഓക്കെ, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എഴുതാം? Kc = അത് നമ്മൾ മറ്റേ എഴുതില്ലേ, C⁻C D⁻D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A കോൺസെൻട്രേഷൻ ഓഫ് B⁻B. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് Kc, ഇതിനെല്ലാം ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം NaA + NBB gives NCC + NDD. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Kc എങ്ങനാവും? Kc⁻n എന്നാവും. എന്താവും? Kc⁻n എന്നാവും. അതായത് ഈ സിയുടെ കൂടെ n വരും, ഡിയുടെ കൂടെ n വരും, എയുടെ കൂടെ n വരും, ഈ ബിയുടെ കൂടെ n വരും. ഇതേ സംഭവിക്കും. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? K⁻n എന്ന് ആയി മാറും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. റിവേഴ്സ് റിയാക്ഷൻ്റെയും ഫോർവേഡ് റിയാക്ഷനും ഇൻവേഴ്സ് ആയിട്ടായിരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നത്. ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഇക്വേഷനെ നമ്മൾ n എന്നുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിട്ട് മാറും? Kc⁻n എന്നായിട്ട് മാറും. താങ്ക് യു എവരിവൺ.